നിന്നൊന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. ഞാനും ക്രിസ്റ്റീനെ ഒന്ന് കാണാനിരിക്കായിരുന്നു. ഓ, എന്തിന്? നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാറുണ്ട്. നീ കൂടുതലൊന്നും പറയണ്ട. അമൽ സാർ നീ എന്തൊക്കെയോ പറഞ്ഞ് വശീകരിച്ച് വശത്താക്കി വെച്ചേക്കാ. ഇനി അതേപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞ് വശീകരിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്? ക്രിസ്റ്റീനെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. കാര്യങ്ങൾ കേട്ടിട്ട് നീ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും. ജെസ്സി മതി. നിങ്ങൾ രണ്ടുപേരും കൂടി സമാധാനത്തോടുകൂടി ജീവിക്കും നീ വിചാരിക്കണ്ട. ഞാൻ ഉള്ളപ്പോൾ ഞാൻ സമ്മതിക്കില്ല. എല്ലാത്തിനും എണ്ണി ഞാൻ പകരം ചോദിക്കും. എന്താണ് ഉടക്കാനാണ് പാവം? ടോമെ, നിങ്ങളെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. പക്ഷെ താനൊരു മാതിരി പറഞ്ഞ് പറ്റിക്കലും. പറ്റിച്ച ഞാനാ? പിന്നെ ക്രിസ്റ്റീനെ ഓരോന്ന് പറഞ്ഞ് അടുക്കാൻ വരുമ്പോഴും മാറിപ്പോകുന്നതാണോ ഈ പറ്റിപ്പെന്ന് പറയുന്നത്? അതോ ഞാൻ എന്തെങ്കിലും വാഗ്ദാനം തന്നിരുന്നോ? ക്രിസ്റ്റീനെ തൻ്റെ അടുത്തെല്ലാം തുറന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സാഹചര്യം കുറച്ച് മോശമായിരുന്നു. അതാണ് പറയാൻ പറ്റാത്തത്. എങ്കിലും തൻ്റെ അടുത്ത് പറയാൻ ഞാൻ ശ്രമിച്ച്. നിങ്ങൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ലായിരുന്നല്ലോ. അപ്പോൾ ടോം ചെയ്ത തെറ്റൊക്കെ ന്യായീകരിക്കാണോ? അല്ല, ഒരിക്കലും ഇല്ല. നമ്മുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന ചതിക്കാനാണെങ്കിൽ ക്രിസ്റ്റീനെ ഓരോ പ്രാവശ്യം അടുക്കുമ്പോഴും ഞാൻ ക്ലോസ് ആയ പോരായിരുന്നോ? കഴിഞ്ഞത് കഴിഞ്ഞു ക്രിസ്റ്റീന. അറിയേണ്ട കാര്യങ്ങൾ എല്ലാവരും അറിയുകയും ചെയ്തു. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇനി നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഇനി നീയായിട്ട് ഓരോരോ പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങളുടെ അടുത്തോട്ട് വരരുത്. കഴിഞ്ഞോ? ഇതൊക്കെ പറഞ്ഞ ജെസ്സി നീ എന്താ വിചാരിച്ചാ ഞാൻ എല്ലാം അങ്ങ് മറക്കുമെന്നോ? ഭാര്യയും ഭർത്താവും കരുതിയിരുന്നോ? എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാന്ന് ഞാൻ കാണിച്ചു തരാം. ഹലോ, ആരാ? താനാരാ? ഞാനാരാന്ന്? അല്ല, താനാരാ? ഇത് എൻ്റെ ക്യാബിനാ. എന്നാലേ ഇത് കുറച്ച് ദിവസം മുന്നേ എൻ്റെ ക്യാബിനായിരുന്നു. എക്സ്ക്യൂസ് മീ, അത് കുറച്ചാളെ മുൻപല്ലേ? ഇതിപ്പോൾ എൻ്റെ ക്യാബിനാണ്. എൻ്റെ പേരെന്താ? അമയ കൃഷ്ണൻ. കൃഷ്ണൻ? ഈ കൃഷ്ണൻ അച്ഛനാണ്? അല്ല, ആണെങ്കിൽ അല്ല, മാരീഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. അല്ല, എക്സ്ക്യൂസ് മീ, ഇതൊക്കെ നിന്നെ താൻ എന്നോട് ചോദിക്കണം. താനാരെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ക്രിസ്റ്റീന. എടോ, ഞാൻ താൻ ക്രിസ്ത്യനാണോ മുസ്ലിം ആണോ എന്നല്ല ചോദിച്ചേ. എന്താ തൻ്റെ പേര്? അതെന്നെ പറഞ്ഞ ക്രിസ്റ്റീന അലക്സാണ്ടർ. ഓ, താനാണോ ക്രിസ്റ്റീന? ഞാനിവിടെ വന്ന ദിവസം മുതൽ അമൽ സാർ തന്നെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പ്രോജക്റ്റിൽ താൻ ഭയങ്കര സക്സസ് ആയിരുന്നു, ഭയങ്കര എഫിഷ്യൻ്റ് ആണെന്നൊക്കെ. അപ്പം റീജോയിൻ ചെയ്യേണ്ടി വന്നായിരിക്കും അല്ലേ? ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തേ ഉള്ളൂ. ലോങ് ലീവ് ആയിരുന്നല്ലേ? മനഃപൂർവ്വം എടുത്തൊന്നല്ലടൂ. ഈ ഓഫീസിൽ ചില റാസ്കൽസ് കാരണം എടുക്കേണ്ടി വന്നതാ. ഈ റാസ്കൽസ് എന്ന് പറയുമ്പോൾ മറ്റേ ആ ജെസ്സിയെ കൊള്ള ടീം, അവളാണ് മെയിൻ. എനിക്കിട്ട് നല്ല മുട്ടം പണിയും തന്ന് ഞാൻ ആഗ്രഹിച്ചൊക്കെ തട്ടിയെടുക്കുകയും ചെയ്താക്കി തരാം. അവളെയും അവളുടെ സോക്കോളുടെ ഭർത്താവിനെയും എല്ലാവർക്കും കാണിച്ചു തരാം. ഈ മറ്റേ ജെസ്സി ടോം അവരാണ് ഇപ്പൊ ഉദ്ദേശിച്ചത്? അവര് തന്നെ താരങ്ങള്. രണ്ട് നാശങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കണം. എന്നെ ഒറ്റപ്പെടുത്തിയതിന് ഞാൻ എന്തായാലും പകരം ചോദിക്കും. എടോ, താനെ ഒറ്റപ്പെടുത്തിന്ന് കരുതണ്ട. അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. താൻ ഒറ്റയ്ക്കല്ല. താൻ ഉദ്ദേശിച്ചേ? അതെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. താൻ ലഞ്ച് കഴിച്ചായിരുന്നോ? അപ്പോൾ ഇന്നത്തെ ട്രീറ്റ് എൻ്റെ വകയാണ്. എടോ, താൻ സംശയിക്കേണ്ട, നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടവരാണ്. എനിവേ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എടോ, താൻ ഒട്ടും വെൽക്കമിങ് അല്ലല്ലോ. ഐ എം വെരി ഗ്ലാഡ് ടു മീറ്റ് യു. അതെ, അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ലഞ്ചിന് ശേഷം പറയാം. ഓക്കെ അല്ലേ?